പാലക്കാട് ഗവൺമെന്റ് മോയൻ മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പരീക്ഷ എഴുതാനെത്തിയ വിദ്യാർത്ഥികളെ മധുരം നൽകി സ്വീകരിച്ച സ്കൂൾ അധികൃതർ. സ്കൂളിൽ SSLC പരീക്ഷ എഴുതുന്ന കുട്ടികൾക്ക് PTA, SMC, MPTA പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ കൂട്ടായ്മയിലാണ് മധുരം നൽകി സ്വീകരിച്ചത്. തേൻ, കൽക്കണ്ട, മുന്തിരി എന്നിവ നൽകി പരീക്ഷാ വിദ്യാർത്ഥികൾക്ക് വിജയാശംസകൾ നേർന്നു. സ്കൂൾ പ്രധാനാധ്യാപിക M. ഇന്ദു, PP പ്രീജ, പ്രിൻസിപ്പൽ UK ലത, PTA പ്രസിഡന്റ് M. അരവിന്ദാക്ഷൻ, SMC ചെയർമാൻ B. ദിവ്യ, IG രാജേഷ്, ഹരിദാസ് മച്ചിങ്ങൽ, MPTA പ്രസിഡന്റ് ധന്യ ഷിബു, മറ്റു ഭാരവാഹികൾ, അധ്യാപകർ എന്നിവർ നേതൃത്വം നൽകി. ദൂരസ്ഥലത്തു നിന്നും വരുന്ന വിദ്യാർത്ഥിനികൾക്കായി PTA ഓട്ടോറിക്ഷയും ഏർപ്പെടുത്തിയിരുന്നു. UTV ന്യൂസ്, പാലക്കാട്. പരീക്ഷ ചൂടിൽ പാലക്കാടും SSLC ഹയർ സെക്കൻഡറി പരീക്ഷകൾക്ക് ഇന്ന് തുടക്കം. സംസ്ഥാനത്ത് SSLC ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകൾ തുടങ്ങി. പാലക്കാട് ജില്ലയിൽ 193 കേന്ദ്രങ്ങളിലായി 40,324 വിദ്യാർത്ഥികളാണ് ഇക്കുറി പരീക്ഷ എഴുതുന്നത്. +2 ക്ലാസുകളിൽ 40,880 കുട്ടികളാണ് പരീക്ഷ എഴുതുന്നത്. SSLCയിൽ ഒന്നാം ഭാഷയായ മലയാളവും +2-ന് ഇംഗ്ലീഷുമാണ് ആദ്യ പരീക്ഷ. രാവിലെ 9:30 തുടങ്ങുന്ന SSLC പരീക്ഷകൾ ഉച്ചയ്ക്ക് 12:15 അവസാനിച്ചു. ഉച്ചയ്ക്ക് 1:30 തുടങ്ങുന്ന +2 പരീക്ഷകൾ വൈകിട്ട് 4:15 അവസാനിക്കും. SSLC പരീക്ഷകൾ ഒന്നിടവിട്ട ദിവസങ്ങളിലായിരിക്കും നടക്കുക. 10-ന് സോഷ്യൽ പരീക്ഷ കഴിഞ്ഞ് 7 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമായിരിക്കും കണക്ക് പരീക്ഷ നടക്കുക. ജില്ലയിൽ ചൂടുകൂടിയ സാഹചര്യത്തിൽ പരീക്ഷയ്ക്കെത്തുന്ന കുട്ടികൾക്ക് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികൾ വെയിലത്ത് നിൽക്കുന്നത് ഒഴിവാക്കണം. പരീക്ഷയ്ക്കെത്തുന്നവർ ആവശ്യത്തിന് വെള്ളവും കുടയും കരുതണം. സ്കൂളുകളിൽ ശുദ്ധജല വിതരണം ഉറപ്പാക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങൾ പാലിച്ചാണ് വിദ്യാർത്ഥികൾ പരീക്ഷാ ഹാളിലേക്ക് എത്തിച്ചേർന്നത്. ജില്ലയിൽ പരതൂർ HSS പള്ളിപ്പുറം സ്കൂളിലാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ പരീക്ഷ എഴുതുന്നത്, 961 പേർ. ഏറ്റവും കുറവ് കുട്ടികൾ പരീക്ഷ എഴുതുന്നത് ഷൊർണൂർ GHSS-ലും. 20,456 ആൺകുട്ടികളും 19,868 പെൺകുട്ടികളുമാണ് ജില്ലയിൽ പരീക്ഷ എഴുതുന്നത്. ഇന്ന് തുടങ്ങിയ പരീക്ഷ മാർച്ച് 26-ന് അവസാനിക്കും. ചിറ്റൂർ ഗവൺമെന്റ് വിക്ടോറിയ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 531 വിദ്യാർത്ഥികളാണ് SSLC പരീക്ഷ എഴുതാനെത്തിയത്. 9:30-നാണ് പരീക്ഷകൾ ആരംഭിക്കുന്നതെങ്കിലും നേരത്തെ തന്നെ പരീക്ഷകൾക്ക് തയ്യാറായി വിദ്യാർത്ഥികൾ സ്കൂളുകളിലെത്തിയിരുന്നു. കൊല്ലങ്കോട് യോഗിനിമാത ഹൈസ്കൂളിൽ 287 കുട്ടികൾ SSLC പരീക്ഷ എഴുതി. കൂളായി പരീക്ഷ എഴുതുകയാണ് ലക്ഷ്യമെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു. പാലക്കാട് ഗവൺമെന്റ് മോയൻ മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും പരീക്ഷ എഴുതി. 778 വിദ്യാർത്ഥികളാണ് പരീക്ഷയ്ക്ക് എത്തിയത്. പരീക്ഷ എഴുതാനുള്ള സമയം നീട്ടിക്കിട്ടണമെന്ന ആവശ്യമാണ് വിദ്യാർത്ഥികൾക്കുള്ളത്. പലർക്കും 2 മണിക്കൂറിനകം പരീക്ഷ എഴുതി തീർക്കാൻ കഴിഞ്ഞില്ലെന്നും കുട്ടികൾ പറഞ്ഞു. ടൈമിന്റെ ഒരു പ്രശ്നമുള്ളൂ, പക്ഷേ ക്വസ്റ്റ്യനൊന്നും വലിയ കുഴപ്പമില്ല, നമുക്ക് അറിയണം. കുഴപ്പമില്ല, നല്ലതായിരുന്നു. പക്ഷെ കുറച്ചും കൂടെ ടൈം കിട്ടിയാൽ നല്ലതായിരുന്നു. ടെൻഷൻ പറഞ്ഞപ്പോൾ കുറച്ചൊക്കെ ഉണ്ടായിരുന്നു. ഫസ്റ്റ് എക്സാം അല്ലേ, അതുതന്നെ ഇത്തിരി ടെൻഷൻ ഉണ്ടായിരുന്നു. അതും മലയാളം ആയിരുന്നു, കുറച്ചും കൂടെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, ക്വസ്റ്റ്യൻ പേപ്പർ ഭയങ്കര സിമ്പിളായിരുന്നു, നല്ല ആയിരുന്നു. പക്ഷെ കുറച്ചും കൂടെ ടൈം വേണമെങ്കിൽ മാനേജ് ചെയ്യാൻ പറ്റിയായിരുന്നു. ടൈമിൻ്റെ പ്രശ്നം തന്നെയാണ് ഇതുണ്ടായിരുന്നത്. സിമ്പിളായിരുന്നു ആക്ച്വലി, നല്ല ക്വസ്റ്റ്യൻസ്. ടൈം കുറവായിരുന്നു. എനിക്കും ടൈം കുറവായിരുന്നു. പിന്നെ മലയാളം അധികം ടച്ചില്ലാത്തത് കൊണ്ട് ഭയങ്കര ടഫായിരുന്നു. കുഴപ്പമില്ല, ടൈം ടെൻഷൻ ഉണ്ടായിരുന്നു. ഫസ്റ്റ് എക്സാം അല്ലേ, മലയാളം ആയതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. സമയം ഭയങ്കര കുറവായിരുന്നു. കുറച്ചും കൂടെ കിട്ടിയിരുന്നേ കൊള്ളായിരുന്നു. സംസ്കൃതം ഓക്കെ ആയിരുന്നു, സിമ്പിളായിരുന്നു. മോഡൽ എക്സാമിൻ്റെ ഒരു ഇതിൽ വെച്ച് സിമ്പിളായിരുന്നു. ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല, കുഴപ്പമുണ്ടായിരുന്നില്ല, സിമ്പിളായിരുന്നു. സാൻസ്ക്രിറ്റ് തന്നെയാണ്, ഞാൻ സംസ്കൃതമാണ്. നന്നായിട്ടുണ്ടായിരുന്നു, കുഴപ്പമില്ല, സിമ്പിളായിരുന്നു. കുഴപ്പമില്ല, ഈസി ആയിരുന്നു. ഇല്ല, ചെറുതായിട്ടുണ്ടായിരുന്നു, കുഴപ്പമില്ല. കുഴപ്പമില്ല, നന്നായിരുന്നു. ഞാൻ സ്ക്രൈബ് എഴുതായിരുന്നു. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. എക്സാം സിമ്പിളായിരുന്നു, സമയം കുറച്ച് കുറവായിരുന്നു, അത്രേ ഉള്ളൂ. UTV ന്യൂസ്, പാലക്കാട്.